നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവിധ മണ്ഡലങ്ങളിൽ CPM-ന്റെ സാധ്യതാ പട്ടികകൾ ഇങ്ങനെ. കാസർഗോഡ് മണ്ഡലത്തിൽ കണ്ണൂരിലെ മുൻ MLA ആയ TV രാജേഷിനെയും CPM-ന്റെ മുതിർന്ന നേതാവ് VPP മുസ്തഫ എന്നിവരെയും പരിഗണിക്കുന്നു. കണ്ണൂരിൽ നിലവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെയും KK ശൈലജ ടീച്ചറെയും പരിഗണിക്കുന്നു എന്നാണ് വിവരം. കണ്ണൂരിനൊപ്പം തന്നെ വടകരയിലും KK ശൈലജയെ പരിഗണിക്കുന്നുണ്ട്. നിലവിൽ വടകര മണ്ഡലത്തിൽ സജീവമാകാൻ ശൈലജ ടീച്ചർക്ക് CPM നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്. വടകരയിൽ മുൻ MLA A പ്രദീപ് കുമാറിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. കണ്ണൂരിൽ KK ശൈലജയെ പരിഗണിക്കുകയാണെങ്കിൽ വടകരയിൽ A പ്രദീപ് കുമാറിന് നറുക്കു വീണേക്കും. കോഴിക്കോട് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ പേരിനാണ് മുൻതൂക്കം. MK രാഘവൻ എന്ന കരുത്തിനെ തളയ്ക്കാൻ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നാണ് CPM-ലെ പൊതുവികാരം. നിലവിൽ രാജ്യസഭാ MP ആയ എളമരം കരീമിനെയും CPM പരിഗണിക്കുന്നു. പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ M സ്വരാജിനെ രംഗത്തിറക്കാനാണ് CPM-ന്റെ ആലോചന. ആലത്തൂരിൽ AK ബാലൻ, മന്ത്രി K രാധാകൃഷ്ണൻ എന്നീ പേരുകൾക്ക് മുൻതൂക്കമുണ്ട്. എറണാകുളത്ത് പൊതു സ്വതന്ത്രനെ പരീക്ഷിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ഇടുക്കിയിൽ മുൻ MP ജോയിസ് ജോർജ് തന്നെ രംഗത്തിറങ്ങിയേക്കും. ആലപ്പുഴയിൽ നിലവിലെ MP ആയ MM ആരിഫിനെ തന്നെയാണ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ G സുധാകരന്റെ പേരിനും പരിഗണനയുണ്ട്. കൊല്ലത്ത് ഐഷ പോറ്റി, ചിന്ത ജെറോം എന്നീ പേരുകൾക്ക് മുൻതൂക്കം കിട്ടുന്നതായാണ് സൂചന. പത്തനംതിട്ടയിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിനെ തന്നെ രംഗത്തിറക്കാൻ പാർട്ടി ആലോചിക്കുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെതിരായി കടകംപള്ളി സുരേന്ദ്രനെയും CPM പരിഗണിക്കുന്നു എന്നാണ് സൂചനകൾ.